മോട്ടർ കുറെ നേരം ഓടാൻ തുടങ്ങിയിട്ട് ഓഫ് ചെയ്യണ്ടേ? അതിനോട് നിക്കാൻ പറഞ്ഞാൽ നിൽക്കോ? കറണ്ട് ബില്ല് എത്ര ആകുമെന്ന് അറിയോ? എനിക്കിന്ന് 2 അറിയണം. കറണ്ട് ബില്ല് തീ പോലെയാ വരുന്നത്. എന്തോ പ്രശ്നമാണല്ലോ. ഇവിടെ തന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഓ കറണ്ടാണല്ലേ. അടിച്ചില്ലെങ്കിൽ എന്നിട്ട് തന്ത കറണ്ട് അടിച്ച് ചത്തുപോയനെ. കറണ്ട് അടിച്ചു കണ്ടില്ല, ഞാൻ അടിച്ചതേ കണ്ടുള്ളൂ. എന്റെ ദൈവമേ, ഇവനെ രക്ഷിക്കണേ. ഈ കൈയും വെച്ചൊന്ന് അടങ്ങിയിരുന്ന കൂടെ. അപ്പൊ എപ്പോഴും ഇതാണല്ലേ പണി. ഡോക്ടർ, ഹലോ. അച്ഛന് വീണ്ടും ഷോക്ക് അടിച്ചു. എപ്പോ നോക്കിയാലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൈവയ്ക്കുമല്ലോ ഷോക്കും മുരുകൻ. അതെ ഡോക്ടർ. അമ്മയുടെ ഫോൺ കൊടുക്ക. അമ്മ പുറത്തു പോയിരിക്കുക. ഇവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അമ്മ ഒന്നും വേണ്ട, പാവം. അവിടെ വേറെ ആമ്പിള്ളേരൊന്നുമില്ലേ? ആ ഉണ്ട് ഡോക്ടർ. മൈക്കിൾ ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കോ? പറയൂ ഡോക്ടർ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ ഡോക്ടർ. എന്റെ സെൽവിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും തരാൻ വേണ്ടി റെഡിയാണ് ഡോക്ടർ. ജീവനൊന്നും തരണ്ടാകട്ടോ, വായ മാത്രം കൊടുക്ക്. വായ വായു കൊടുക്കാനോ? വായുടെ മുകളിലേക്ക് വായ വെച്ചിട്ട് നെഞ്ചിന്റെ അകത്തിരിക്കുന്ന ബ്ലോക്ക് അങ്ങ് വലിച്ചെടുക്കു കൊച്ചേ. അയ്യോ എന്റെ ശ്വാസം പോവും ഡോക്ടർ. സാറിന്റെ വീട്ടില് പട്ടിയുണ്ടോ? എന്തിനാണാവോ? ആ പട്ടിയുടെ വായിൽ പോലും ഞാൻ എന്റെ വായ വെക്കും ഡോക്ടർ. അയ്യോ, പക്ഷെ ഇയാളുടെ വായിൽ മാത്രം എന്റെ വായ വെക്കില്ല ഡോക്ടർ. സമയമില്ല മധുരേ, ജീവൻ പോകാനായി. വേഗം ഓപ്പറേഷൻ തുടങ്ങ് കൊച്ചേ. മൈക്കിൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും എന്റെ അച്ഛനൊന്ന് രക്ഷിച്ചൂടെ? അയാള് പറഞ്ഞത് ഞാൻ ചെയ്താ, ഞാൻ പോയേക്കും. ഒരു കാര്യമുണ്ട്. അല്ല ഞാൻ എന്തിനൊക്കെ ചെയ്യണം? കുട്ടിക്കാലം മുതൽക്ക് നീ എന്നെ എത്ര നാണം കെടുത്തിട്ടുണ്ട്. മനസ്സിന്ന് കളഞ്ഞ അതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിന്ന് കളയാനാ? എങ്ങനെയെങ്കിലും രക്ഷിക്കും. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. നീ എന്നെ പ്രേമിക്കോ? പ്രേമിക്കാനോ? സത്യം ചെയ്യ്, സത്യം ചെയ്യ്. ഞാനെന്തിനാ സത്യം ചെയ്യുന്നത്? ഞാനൊരു ചാരിത്രമുള്ള പുരുഷനാ. ഒരു കന്യയ്ക്ക് മാത്രമേ എന്റെ വായ കൊടുക്കുള്ളൂ. ഈ വായ ഒന്ന് നോക്കേ, ഇതൊക്കെ ഒരു വായ തന്നെയാണോ? പെട്ടെന്ന് ചെയ്യ്, അല്ലെങ്കിൽ അയാൾ ഇവിടെ തന്നെ ചത്തു. ഇതെന്റെ മാമനായിരുന്നു ഞാൻ ചെയ്തേനെ. പക്ഷെ വേറെ ഒരാൾക്കാണ് ഞാൻ എങ്ങനെ ചെയ്യണേ? പെട്ടെന്ന് ചെയ്യ്, പെട്ടെന്ന്. സത്യം ചെയ്തില്ലേ? പറഞ്ഞാൽ ഞാൻ അനുസരിച്ചോളാം. അപ്പൊ ഞാനിപ്പോ കുടുങ്ങിയില്ലേ? രക്ഷിക്കും മൈക്കിൾ. ഇതൊക്കെ ഒരു വായാണോ? അടിച്ച കറണ്ടൊക്കെ വായ വഴി പുറത്തു വരുന്നുണ്ടല്ലോ. എന്റെ കർത്താവേ. ഞാനില്ലാത്തപ്പോ നിങ്ങൾ വെല്ലവിളുമാരുടെ കൂടെയാണെന്ന് കരുതിയ ഒരു ആണിന്റെ കൂടെയാണോ ഈ വൃത്തികേട് കാണിക്കുന്നത്? നല്ല രസമുണ്ടായിരുന്നു. മധുരേ, എന്റെ മധുരേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഷോക്ക് അടിച്ചെന്നോ? മധുര ഷോക്ക് അടിച്ച് ബോധം കെട്ട് കിടക്കുന്നു. നിങ്ങൾ എല്ലാരും നോക്കി നിൽക്കുവാണോ? ഇപ്പൊ വെക്കാടാ എന്റെ വായ. മാറി നിക്കണം പട്ടി. എന്തുവാണ് ചെയ്യുന്നേ? ഈ വാ തന്ന് രക്ഷിക്കാമെന്ന് കരുതി. ആ വായ ഇവിടെ വെക്കായിരുന്നെങ്കിൽ ഞാൻ എന്നെ ചത്തു പോയാലോ. അവൻ പറഞ്ഞത് കാര്യമല്ലേ? ഓ വലിയ കാര്യമായി പോയി. സെൽവി, ഓർമ്മയുണ്ടല്ലോ നീ പ്രേമിക്കാന്ന് സത്യം ചെയ്തു. ആ അടിപൊളി. വാടോ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇതേ ആൽമരത്തിന്റെ കീഴിലിരുന്ന് 100 കണക്കിന് പഞ്ചായത്തിന് ഞാൻ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു നാണം കെട്ട പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അമ്മേ ദേവി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? മതി നിർത്ത്. ഞാൻ 1 മാസമായിട്ട് നോക്കുക. എന്റെ ഭർത്താവാണ് ബ്ലൗസ് കട്ടെടുക്കുന്നതെന്ന് നോക്കിയപ്പോ എല്ലാവരുടെയും ബ്ലൗസ് ഇവനാണ് എടുത്തോണ്ട് പോയത്. ഈ തിരികെ വെച്ചിരിക്കുന്ന മഞ്ഞ ബ്ലൗസ് ഭാര്യയുടെ ബ്ലൗസ്, ആ പച്ച ജാക്കറ്റ് എന്റേതാ. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആരും ബ്ലൗസ് ഇടത്തില്ല. ഇടുവല്ലോ. എന്താ ഈ പറയുന്നത്? നാട്ടിലുള്ള കള്ളന്മാരൊക്കെ പ്രതിമ കക്കുന്നു, സ്വർണം കക്കുന്നു, വീടിന്റെ അകത്ത് കയറി വീട്ടിലുള്ളതെല്ലാം കട്ടെടുക്കുന്നു. നീ മാത്രം എന്തിനാടാ ഈ പെണ്ണുങ്ങളുടെ ബ്ലൗസ് കട്ടെടുക്കുന്നത്? എന്റെ ഭാര്യ പല കളർ ബ്ലൗസ് ഇടാൻ കുതിച്ചതാ. ഞാൻ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവളങ്ങ് പോയി. എന്റെ ഭാര്യ ഇടാത്ത ബ്ലൗസ് ഒരുത്തികളെ അങ്ങനെ ഇടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇതേത് മാരണമാ ഇത്? സമയവും കാലവും നോക്കാതെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെസ്റ്റ് എടുക്കടാ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരാതിയാ വന്നിരിക്കുന്നത്. ഇതിന് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം വേണം തീരുമാനം. ഇതിനുള്ള പരിഹാരം 2 മാസം കഴിഞ്ഞായിക്കൂടെ? വളരെ തെറ്റാണ് നേതാവേ. നമ്മളെല്ലാവരും ഓരോ കല്ലെടുത്ത് അവന്റെ തലയിലോട്ടിട്ട് അങ്ങ് കൊന്നേക്കാം. പാടില്ല. കല്ലുകൊണ്ടൊന്നും അടിക്കരുത്. പിന്നെ ഇട്ടിക കൊണ്ട് അടിക്കണ്ടേ? ഇട്ടികയോ?
ചേച്ചി സോഡ ഞാൻ ചോദിച്ചില്ലല്ലോ. ചേച്ചിക്ക് തരാൻ പറഞ്ഞു. ആര്? ചേച്ചിയുടെ മാമ. മാമനോ? ആ മാറി നിക്കടാ. എന്താ പുതിയ തൊഴിൽ വല്ലതും തുടങ്ങിയോ? ഇല്ലല്ലോ. മാമാന്ന് പറഞ്ഞല്ലോ. സെൽവി, നീ പറയുന്നൊന്നും ശരിയല്ലട്ടോ. നീ എന്നെ പ്രേമിക്കാൻ തന്നെയല്ലേ വന്നത്? പ്രേമിക്കാനോ? രാവിലെ അടിച്ച് ഫിറ്റ് ആയിട്ട് വന്നിരിക്കല്ലേ? പ്രേമിക്കാനുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കാ. നിന്റെ അച്ഛനെ രക്ഷിച്ച പ്രേമിക്കാൻ സത്യം ചെയ്തില്ലട നീ. ഇങ്ങനെ സത്യം ചെയ്തില്ലട നീ. വയലില് കറണ്ട് അടിച്ച് വീണപ്പോ മുത്തയ്യാണ് രക്ഷിച്ചത്. കക്കൂസിൽ ഷോക്ക് അടിച്ച് കിടന്നപ്പോ ആറുമുഖമാണ് രക്ഷിച്ചത്. ഓഫീസിൽ ഷോക്ക് അടിച്ച് കിടന്നപ്പോ രക്ഷിച്ചു. ഇങ്ങനെ എന്റെ അച്ഛനെ രക്ഷിച്ച ഇത്രയും ആൾക്കാരെ എനിക്കങ്ങ് കയറി പ്രേമിക്കാൻ പറ്റും? ഞാൻ മാത്രമായിരുന്നു വിചാരിച്ചേ. അങ്ങനെ പോകുന്ന വരുന്നതിനൊക്കെ വായിച്ചോണ്ടിരിക്കണല്ലേ. ഇങ്ങോട്ട് നോക്കേ. ആദ്യം ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടല്ലോ. ഇതുവരെ ആരുടെയെങ്കിലും ജീവൻ രക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പോവാ. നീ ആരെങ്കിലും പോയി രക്ഷിച്ചിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ വരാൻ നോക്ക്. നിന്റെ അച്ഛന്റെ ജീവൻ ഞാനല്ലേ രക്ഷിച്ചത്? വീട്ടിലേക്ക് വാ. പകരത്തിന് എന്റെ അച്ഛനോട് നിനക്കൊരു ഉമ്മ തരാൻ പറയാം. ഒരു ചാരിത്ര പുരുഷന്റെ ശാപം നിന്നെ വെറുതെ വിടലടി. ഈടിയായിട്ട് മധുരയുടെ ശബ്ദം കുറച്ച് കൂടുന്നുണ്ട്. ഒന്ന് പേടിപ്പിച്ചു വെച്ചൂടെ? എപ്പോഴൊക്കെ മധുര സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ബഹളം കൂടി വരുമെന്ന് അർത്ഥം. കാണണമെന്നുണ്ടോ സാറേ? ഡാ, നിങ്ങൾ ആരേലും മധുരനെ കണ്ടോ? കാരണവരെ ചേച്ചി മധുരയെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. നിങ്ങളോ? കണ്ടില്ല. കണ്ടില്ലേ? മധുര ഇവിടെ വന്ന് എന്തിനാടാ നിക്കുന്നേ? എന്തു പറ്റി? എന്തു പറ്റിന്നോ? ഈ റേഷൻ കടയിൽ നിന്ന് തന്നെ 4 ചാക്ക് അരി അടിച്ചു മാറ്റിയിട്ട് അതിന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുവല്ലേ? ഇന്നലെയും കൂടെ ഈ കടയിൽ നിന്ന് 4 ചാക്കാരി പോയത്. പോലീസിനോട് നമ്മളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ തോന്നുന്നു. മമ്മു, എന്റെ സെൽവിയെ കണ്ടില്ലേ? രാവിലെ തൊട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതുണ്ടോ? കണ്ടില്ല, വെച്ച കണ്ണ് വിട്ടാത്ത. അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ മധുര. അതൊന്നും നിനക്ക് കാണില്ല. നീ വാ, നിനക്ക് കാണിച്ചു തരാം. എന്നെ നോക്ക്. കണ്ടില്ലേ? എന്നെ കണ്ട ഉടനെ നിനക്കും കൂട്ടു വന്നത്. ഇതൊരു പകർച്ചവ്യാധിയാടാ. എന്നെ കാണുമ്പോഴേ അവൾക്കും കോട്ടുപോ വരും. ഇപ്പൊ നോക്ക്. പ്രേമം. ആ ഗിർഗിസ്ഥാനാണ് കോട്ടുവായി ഇടുന്നത്. അത് നിന്നെ കണ്ട രണ്ടാമത്തെ പ്രാവശ്യം. തെറ്റില്ല. പ്രേമം ലോകം മുഴുവൻ തുറന്നു, ലവള് തുറക്കുന്നില്ല. ആ നിൽക്കുന്ന കണ്ടില്ലേ സോമു? അവനെ തന്നെ എനിക്ക് സംശയം. പോലീസ് നമ്മളെ ചൂസ്തുണാർ. വാടാ, വാ രണ്ടി, വാടേ രണ്ടി രണ്ടി. ഒരു ലാംഗ്വേജിനെ സഹിക്കില്ല. ഇത് എന്റെ ഒരു സ്പെഷ്യൽ മുടിയാ. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള കത്രിക വേണം ഉപയോഗിക്കാൻ. ബർമാനിഞ്ചി ഒക്കെ സിസർ വെച്ചു. രണ്ടാമത്തെ ആളായിട്ട് നിങ്ങളുടെ തലയാ വെട്ടാൻ പോകുന്നത്. ഞാൻ രണ്ടാമത്തെ ആളാണോ? അപ്പോ ബർമ കത്രിക കൊണ്ട് ആദ്യം ആർക്കാ മുടി വെട്ടിയത്? അവിടെ ഒരു കാട്ടാനയുടെ വാലാണ് വെട്ടിയത്. ആനക്ക് എന്ത് പറ്റി? അതിന്റെ വാല് മുറിഞ്ഞ ഉടനെ ചത്തുപോയി. ഞാൻ പോയിട്ട് പിന്നെ വരാം. അത് ആനയ്ക്കാ, നിങ്ങളെ പോലെയുള്ള ആൾക്കല്ല. അത് ശരി. ധർമ്മത് കീജിയേ. ശരി ശരി ശരി. അളിയാ,
നിന്റെ സ്റ്റേജ് ഡ്രാമ മുഴുവനും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുറത്തു പോയതിനു ശേഷം ഇവിടെയുള്ള ലൈറ്റ് സ്വിച്ചിലൊന്നും കൈപ്പെട്ടക്കൂടുതു. ഞാൻ അങ്ങനെ വെക്കുവോ? ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഇല്ല ഇല്ല ഇല്ല. ഷാർപ്പ് മുറുകി. ലൈറ്റിന്റെ സ്വിച്ചിൽ ഞാൻ എന്തിനു കൈവെക്കണം? ധാരാളം ബൾബുണ്ട്. അയ്യോ എന്തൊരു ചൂടായത്. ഫാൻ ഇട്ടാ കുറച്ച് നന്നായിരിക്കും. ഫാൻ സ്വിച്ച് ഇട്ടാ അപകടം ഒന്നും പറ്റില്ല. അത് വളരെ ചെറിയ ഒരു സ്വിച്ച് അല്ലേ. ലൈറ്റിന്റെ സ്വിച്ചാണ് അപകടം പിടിച്ചത്. ഷോക്ക് അടിക്കും. എത്ര പ്രാവശ്യം ഞാൻ പറയേണ്ടത് വിരല് കൊണ്ട് ഞോണ്ടരുതെന്ന്. ആദ്യം എന്റെ കാശിങ് എടുക്കട്ടെ. ഇത് എനിക്ക്, ഇത് ആശുപത്രി ചെലവിനും, ഇത് വാവൂതുന്നതിനും. അകത്ത് വലിയൊരു ട്രാൻസ്ഫോർമർ തന്നെ കരിഞ്ഞു പോയല്ലോ. എടോ 240 വോൾട്ടേജ് എങ്ങനെയാ നീ ആവാഹിച്ചത്? എന്തൊരു ജീവിതമായത്. കയ്യിലും വായിലും കൊണ്ട് മാത്രം അവസാനിക്കും. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയാ. ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വരുന്നവരൊക്കെ വാക്കകത്ത് വാവയ്ക്കുക. എന്തൊരു ലൈഫ്. എഴുന്നേറ്റ് പോടോ. ഭിക്കാരി കബീനെ